ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 5 ഇംഗ്ലീഷിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററായ ദ കിസ്സിങ് ഹാൻഡിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണുക. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. മിസ് റാക്കൂൺ ടുക്ക് ചെസ്റ്റേഴ്സ് ലെഫ്റ്റ് ഹാൻഡ് ആൻഡ് സ്പ്രെഡ് ഹിസ് ടൈനി ഫിംഗേഴ്സ് ഇൻ ടു എ ഫാൻ. മിസ് റാക്കൂൺ ചെസ്റ്ററിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് അവൻ്റെ ചെറിയ ഫിംഗേഴ്സ് ഒരു ഫാനിൻ്റെ ഷേപ്പിൽ സ്പ്രെഡ് ചെയ്തു, വിടർത്തി. ലീനിങ് ഫോർവേഡ് ഷീ കിസ്ഡ് ചെസ്റ്റർ റൈറ്റ് ഇൻ ദ മിഡിൽ ഓഫ് ഹിസ് പാം. ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ആഞ്ഞിട്ട് മിസ് റാക്കൂൺ ചെസ്റ്ററിൻ്റെ പാം, കൈപ്പത്തിയുടെ നടുക്ക് തന്നെ കിസ് ചെയ്തു. ചെസ്റ്റർ ഫെൽറ്റ് ഹിസ് മദേഴ്സ് കിസ് റഷ് ഫ്രം ഹിസ് ഹാൻഡ് അപ്പ് ഹിസ് ആം ആൻഡ് ഇൻ ടു ഹിസ് ഹാർട്ട്. ചെസ്റ്ററിന് അവൻ്റെ അമ്മയുടെ ഉമ്മ അവൻ്റെ കൈപ്പത്തിയിലൂടെ കയ്യിലിങ്ങനെ കയറി അവൻ്റെ ഹാർട്ടിലേക്ക് വന്നെന്ന് ചെസ്റ്ററിന് തോന്നി. ഈവൻ ഹിസ് സിൽക്കി ബ്ലാക്ക് മാസ്ക് ടിങ്കിൾ വിത്ത് എ സ്പെഷ്യൽ വാം. അവൻ്റെ ആ കറുത്ത സിൽക്കി മാസ്ക് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു വാംത്തുണ്ട് ഇക്ലിയായെന്ന പോലെ അവന് തോന്നി. മിസ് റാക്കൂൺ സ്മൈൽഡ്. മിസ് റാക്കൂൺ പുഞ്ചിരിച്ചു. നൗ, ഇപ്പോൾ, ഷീ ടോൾഡ് ചെസ്റ്റർ. അവൾ ചെസ്റ്ററിനോട് പറഞ്ഞു, വെനെവർ യു ഫീൽ ലോൺലി, എപ്പോഴാണോ നീ ലോൺലി ആയെന്ന പോലെ നിനക്ക് ഫീൽ ചെയ്യുന്നത്, ആൻഡ് നീഡ് എ ലിറ്റിൽ ലവ് ഫ്രം ഹോം, വീട്ടിൽ നിന്ന് ഒരിച്ചിരി സ്നേഹം വേണമെങ്കിൽ, ജസ്റ്റ് പ്രസ് യുവർ ഹാൻഡ് ടു യുവർ ചീക്ക് ആൻഡ് തിങ്ക്. നിൻ്റെ ഹാൻഡ് നിൻ്റെ കവിളിലോട് ഇങ്ങനെ അമർത്തിയിട്ട് ചിന്തിക്കുക, മമ്മി ലവ്സ് യു, മമ്മി ലവ്സ് യു. മമ്മി നിന്നെ സ്നേഹിക്കുന്നു, മമ്മി നിന്നെ സ്നേഹിക്കുന്നു. ആൻഡ് ദാറ്റ് വെരി കിസ് വിൽ ജംപ് ടു യുവർ ഫേസ്. ആ കിസ് നിൻ്റെ ഫേസിലൂടെ ജമ്പ് ചെയ്ത്, ജമ്പ് എന്ന് വെച്ചാൽ ചാടുക, ആ കിസ് നിൻ്റെ ഫേസിൽ ഇങ്ങനെ ചാടി ചാടി ആൻഡ് ഫിൽ യു വിത്ത് ടോസ്റ്റി വാം തോട്ട്സ്. നിനക്ക് നല്ല നല്ല ചിന്തകൾ, തോട്ട്സ് എന്ന് വെച്ചാൽ ചിന്തകൾ, നല്ല നല്ല തോട്ട്സ് നിനക്ക് തരും. She took Chester's hand and carefully wrapped his fingers around the kiss. Miss Raccoon ചെസ്റ്ററിൻ്റെ ഹാൻഡ് കെയർഫുള്ളി എന്ന് വെച്ചാൽ ശ്രദ്ധാപൂർവം, റാപ്ഡ് എന്ന് വെച്ചാൽ പൊതിഞ്ഞു. മിസ് റാക്കൂൺ ചെസ്റ്ററിൻ്റെ ഹാൻഡ് ശ്രദ്ധാപൂർവം അവൻ്റെ ഫിംഗേഴ്സുമായി കിസ്സിന് പുറമെ റാപ്പ് ചെയ്തു, പൊതിഞ്ഞു. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡിഡ് മിസ് റാക്കൂൺ ഹെൽപ്പ് ചെസ്റ്റർ ഓവർകം ഹിസ് ഫിയർ? ചെസ്റ്ററിൻ്റെ ഫിയർ മറികടക്കാൻ മിസ് റാക്കൂൺ എങ്ങനെയാണ് ചെസ്റ്ററിനെ സഹായിച്ചത്? ബൈ ഗിവിങ് ഹിം ദ ഐഡിയ ഓഫ് ദ കിസ്സിങ് ഹാൻഡ്. നൗ ബി കെയർഫുൾ നോട്ട് ടു ലൂസ് ഇറ്റ്, ഷീ ടീസ്ഡ് ഹിം. നൗ എന്ന് വെച്ചാൽ ഇനി, ഇത് നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കെയർഫുൾ എന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. ലൂസ് ഇറ്റ് എന്ന് വെച്ചാൽ നോട്ട് ടു ലൂസ് ഇറ്റ് എന്ന് വെച്ചാൽ നഷ്ടപ്പെടാതിരിക്കാൻ. ലൂസ് എന്ന് വെച്ചാൽ കളയുക. ഷീ ടീസ്ഡ് എന്ന് വെച്ചാൽ അവനെ കളിയാക്കി. ഇവിടെ ഇറ്റ് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കിസ്സാണ്. ബട്ട് ഡോണ്ട് വറി, വെൻ യു ഓപ്പൺ യുവർ ഹാൻഡ് ടു വാഷ് ആഫ്റ്റർ ഹാവിങ് ഫുഡ്, ഐ പ്രോമിസ് ദ കിസ് വിൽ സ്റ്റിക്ക്. ബട്ട് എന്ന് വെച്ചാൽ പക്ഷേ, ഡോണ്ട് വറി എന്ന് വെച്ചാൽ വിഷമിക്കേണ്ട. When you open your hand to wash after having some food, I promise the kiss will stick. നീ ഭക്ഷണം കഴിച്ചതിന് ശേഷം കൈ കഴുകുമ്പോൾ ഈ കിസ് ഇങ്ങനെ ഒട്ടിയിരിക്കുമെന്ന് ഞാൻ പ്രോമിസ് ചെയ്യുന്നു. ചെസ്റ്റർ ലവ്ഡ് ഹിസ് കിസ്സിങ് ഹാൻഡ്. ചെസ്റ്ററിന് അവൻ്റെ കിസ്സിങ് ഹാൻഡിനെ വളരെയധികം ഇഷ്ടമായിരുന്നു. ലവ്ഡ് എന്ന് വെച്ചാൽ ഇഷ്ടം. Now he knew his mother's love would go with him wherever he went, even to school. Now എന്ന് വെച്ചാൽ ഇപ്പോൾ. Now he knew his mother's love. ഇപ്പോൾ അവന് മനസ്സിലായി, അതായത് ഇപ്പോൾ അവനറിയാം അവൻ്റെ അമ്മയുടെ സ്നേഹം അവൻ എവിടെ പോയാലും, സ്കൂളിൽ പോലും പോയാലും അവൻ്റെ കൂടെ കാണുമെന്ന് അവന് മനസ്സിലായി. That night, ആ രാത്രി, ചെസ്റ്റർ stood in front of his school and looked thoughtful. ആ രാത്രി ചെസ്റ്റർ അവൻ്റെ സ്കൂളിന് മുന്നിൽ എന്തോ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് പോലെ അവൻ്റെ അമ്മയ്ക്ക് തോന്നി. സഡൻലി ഹി ടേൺ ടു ഹിസ് മദർ ആൻഡ് ഗ്രിൻഡ്. സഡൻലി എന്ന് വെച്ചാൽ പെട്ടെന്ന്, ചെസ്റ്റർ അവൻ്റെ അമ്മയുടെ അടുത്തോട്ട് തിരിഞ്ഞു, എന്നിട്ട് ചിരിച്ചു. ഗിവ് മീ യുവർ ഹാൻഡ്,
ഹീ ടോൾഡ് ഹെർ. നിങ്ങളുടെ കൈ എനിക്ക് തരൂ, ചെസ്റ്റർ അവൻ്റെ അമ്മയോട് പറഞ്ഞു. ചെസ്റ്റർ took his mother's hand in his own and unfolded her large familiar fingers into her fan. ചെസ്റ്റർ അവൻ്റെ അമ്മയുടെ കൈകൾ തന്നെത്താനെ എടുത്ത് അവളുടെ വലിയ പരിചയമുള്ള വിരലുകൾ ഒരു ഫാനിൻ്റെ ഷേപ്പിലേക്ക് തുറന്നു. ഫിംഗേഴ്സ് എന്ന് വെച്ചാൽ വിരലുകൾ. നെക്സ്റ്റ് he leaned forward and kissed the center of her hand. നെക്സ്റ്റ് അടുത്തതായി അവൻ ചെസ്റ്റർ ലീൻഡ് ഫോർവേഡ് മുന്നിലോട്ട് ആഞ്ഞിട്ട് കിസ് ദ സെൻറ്റർ ഓഫ് ഹർ ഹാൻഡ് മിസ് റാക്കൂണിൻ്റെ കൈയിൻ്റെ സെൻറ്ററിൽ കിസ് ചെയ്തു. നൗ യു ഹാവ് എ കിസ്സിങ് ഹാൻഡ് ടു, ഹി ടോൾഡ് ഹർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. ഇപ്പോൾ നിങ്ങൾക്കും ഒരു കിസ്സിങ് ഹാൻഡ് ഉണ്ട്. ഹീ ടോൾഡ് ഹർ വിത്ത് എ ജെൻറ്റിൽ ഗുഡ് ബൈ. ജെൻറ്റിൽ എന്ന് വെച്ചാൽ പതിയെ, സോഫ്റ്റ് ആയിട്ടുള്ള. ചെസ്റ്റർ അവൻ്റെ അമ്മയോട് ഒരു ജെൻറ്റിൽ ഗുഡ് ബൈയിലൂടെ പറഞ്ഞു. ഐ ലവ് യു, ചെസ്റ്റർ സെഡ് ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ് അവേ. ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ചെസ്റ്റർ സെഡ്, ചെസ്റ്റർ പറഞ്ഞു. ആസ് ഹി ടേൺഡ് ആൻഡ് ഡാൻസ് അവേ. ചെസ്റ്റർ തിരിഞ്ഞിട്ട് ഡാൻസും കളിച്ചുകൊണ്ട് പോയി. ഇനി ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹൗ ഡിഡ് ചെസ്റ്റർ ഫീൽ വെൻ ഹി കിസ്ഡ് ഹിസ് മദർ? ആ ക്വസ്റ്റ്യൻ ആൻസറാണ് ചെസ്റ്റർ ഫെൽറ്റ് വെരി ഹാപ്പി വെൻ ഹി കിസ്ഡ് ഹിസ് മദർ. അവൻ അവൻ്റെ അമ്മയെ കിസ് ചെയ്തപ്പോൾ അവന് വളരെയധികം സന്തോഷം തോന്നി. Miss Raccoon watched Chester scamper across the tree limb and enter the school. Mr. Raccoon watched, ശ്രദ്ധിച്ചു, ചെസ്റ്റർ സ്കാമ്പർ അക്രോസ് ദ ട്രീ ലിംബ്, ട്രീയുടെ കൊമ്പിലൂടെ ചാടി കിടക്കുന്നത് വാച്ച് ചെയ്തു. ആൻഡ് എൻ്റർ ദി സ്കൂൾ എൻ്റർ ചെയ്യുന്നത്, പ്രവേശിച്ചത്. ആസ് ദ ഫസ്റ്റ് ബെൽ ഓഫ് ദി ന്യൂ സ്കൂൾ ഇയർ റാങ്, ആദ്യത്തെ ബെല്ല് സ്കൂളിൽ റാങ് ചെയ്തു, മണിയടിച്ചു. ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് ടു ഹെർ ചീക്ക് ആൻഡ് സ്മൈൽഡ്. ഷീ അപ്പം ഉമ്മ വെച്ചല്ലോ, അതായത് ചെസ്റ്ററിൻ്റെ അമ്മയുടെ കയ്യിൽ ഉമ്മ വെച്ചല്ലോ, ഷീ പ്രസ്ഡ് ഹെർ ലെഫ്റ്റ് ഹാൻഡ് പ്രസ് ചെയ്തിട്ട് ഹാൻഡ് ടു ചീക്കിൽ കൊണ്ടുവന്ന് കവിളിൽ കൊണ്ട് പ്രസ് ചെയ്തിട്ട് സ്മൈൽഡ്, ചിരിച്ചു. ദ വാംത് ഓഫ് ചെസ്റ്റേഴ്സ് കിസ് ഫിൽഡ് ഹെർ ഹേർട്ട്. അത് വാംത്, ചൂട്, ചെസ്റ്ററിൻ്റെ ഉമ്മയുടെ ചൂട് അവളുടെ ഹേർട്ടിൽ ഫില്ല് ചെയ്തു. വിത്ത് സ്പെഷ്യൽ വേർഡ് ചെസ്റ്റർ ലവ്സ് യു, ആ സ്പെഷ്യൽ ആയിട്ടുള്ള വേർഡ്, അതായത് ചെസ്റ്റർ ലവ്സ് യു, ചെസ്റ്റർ സ്നേഹിക്കുന്നു നിങ്ങളെ. ഇറ്റ് സങ് ചെസ്റ്റർ ലവ്സ് യു, അതിങ്ങനെ ആ സ്പെഷ്യൽ ആയിട്ടുള്ള വേർഡ് അവളുടെ ഹേർട്ടിൽ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരുന്നു. നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ആണ്. ഹു ആർ ദ മെയിൻ ക്യാരക്ടേഴ്സ് ഇൻ ദ സ്റ്റോറി? ആരൊക്കെയാണ്? ചെസ്റ്റർ ആൻഡ് മിസ് റാക്കൂൺ. അപ്പം ഈ ഒരു സ്റ്റോറി, ദ കിസ്സിങ് ഹാൻഡ് എന്നുള്ള സ്റ്റോറി എഴുതിയത് ഓഡ്രി പെൻ എന്ന് പറഞ്ഞ ഒരാളാണ്. ഓഡ്രി പെൻ ഈസ് ആൻ അമേരിക്കൻ റൈറ്റർ ഓഫ് സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ. ഈ ഓഡ്രി പെൻ എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ റൈറ്ററാണ്. അവർ കുട്ടികൾക്ക് വേണ്ടി സ്റ്റോറീസ് എഴുതുന്ന ഒരു റൈറ്ററായിരുന്നു. ഷീ ഈസ് ബെസ്റ്റ് നോൺ ഫോർ ദ കിസ്സിങ് ഹാൻഡ്, എ പിക്ചർ ബുക്ക് ഫീച്ചറിങ് റാക്കൂൺസ് വിത്ത് ഹ്യൂമൻ ക്വാളിറ്റീസ്. അവരുടെ ഒരു പ്രസിദ്ധമായ ഒരു വർക്ക് എന്ന് പറയുന്നത് ദ കിസ്സിങ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു പിക്ചർ ബുക്കാണ്. അപ്പോൾ അതിനകത്ത് റക്കൂൺസിനെ ഹ്യൂമൻ ക്വാളിറ്റീസിലൂടെയാണ് ഫീച്ചർ ചെയ്യുന്നത്, ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഹ്യൂമൻ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പോലെ സംസാരിക്കുക, നടക്കുക, ആശയവിനിമയം നടത്തുക, ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ പോലെ റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പം നമ്മുടെ ചാപ്റ്റർ ഇവിടെ തീർന്നിട്ടുണ്ട്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസാണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.